ഇന്ന് പറയണത് നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന വില്ലത്തി ചേച്ചിമാരെ പറ്റിയിട്ടാണ്. നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഇത്തരം ചേച്ചിമാരെ കണ്ടിട്ടുണ്ടാവുക. ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയും, അതായിരിക്കും. പിന്നെ അവരുടെ ഭർത്താവിനൊക്കെ അവർ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും. അവർക്ക് ആരെയും പേടിയുണ്ടാവില്ല, ആരോടും അവർ അഭിപ്രായം ചോദിക്കില്ല. സ്വന്തമായ തീരുമാനം, സ്വന്തമായ ജീവിതം. അതാണ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു മറഞ്ഞ വില്ലത്തി ക്യാരക്ടർ. നമ്മുടെ നാട്ടിലൊക്കെ കാണും, ഒന്നല്ലേ നമ്മുടെ വീട്ടിലും കാണും. ഭർത്താവിനെ ഒതുക്കി വരിക്കുന്ന സ്ത്രീയാണ് ഇവർ. അമ്പോ, കാലം മാറി കോലം മാറി ചിന്തകൾ മാറി വന്നപ്പോഴാണ് എനിക്കിപ്പോൾ ഈ നാട്ടിലത്തെ വില്ലത്തിമാരെ കുറിച്ചുള്ള ചിന്ത വന്നത്. ആരടാ ചോദിച്ചാൽ ഞാനടാ പറയണ, ഭർത്താവിനെ നന്നായി ഒതുക്കി നിർത്തുന്ന, ടൗണിൽ പോയി സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വരുന്ന, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്ന, ഇപ്പോൾ ഈ ഒരു വയസ്സാം കാലത്തും ടോപ്പൊക്കെ ഇട്ടിട്ട് ചെത്തി നടക്കുന്ന ഒരു വില്ലത്തി. അവർ അടക്കി വാഴുന്ന ഭർത്താവിനെ കുറിച്ചിട്ട് എല്ലാവരും സഹതാപമായിരിക്കും. കാരണം അവർക്ക് വലിയ റോൾ ഉണ്ടാവില്ല, അതായത് അഭിപ്രായം ഉണ്ടാവില്ല. അതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ വില്ലത്തി ചേച്ചി തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സ്ത്രീ എല്ലാത്തിലും മുന്നിട്ട് നിന്ന് ഭർത്താവിനെ ഒതുക്കി നിർത്താൻ കാരണം എന്താണെന്ന് എന്തെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്തരം ആളുകളുടെ ഭർത്താക്കന്മാരെ നോക്കിയാൽ കാണാം, അവർക്കൊരു നോ പറയാനോ സ്വന്തം കാര്യങ്ങൾ അഭിപ്രായം പറയാനോ അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ആളുകളായിരിക്കും ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ. അപ്പോൾ ജീവിതം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ കുറച്ച് സ്ട്രോങ് ആയേ പറ്റൂ. ഭർത്താവ് വായ വിരലിട്ടാൽ പോലും കടിക്കാത്തൊരു വ്യക്തിയാവുമ്പോൾ ഭാര്യ എന്ത് ചെയ്യും? ആ സ്ഥാനത്ത് നിന്ന് സംസാരിക്കും. ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചതും കൊടുത്തതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു വാങ്ങിച്ചതൊക്കെ ഈ സ്ത്രീയുടെ പിടിപ്പ് കൊണ്ട് മാത്രമായിരിക്കും. ഇനി നേരെ മറിച്ചാണെങ്കിൽ നോക്കുക, ഭാര്യയും മിണ്ടുന്നില്ല, ഭർത്താവ് ചോദിക്കുന്നില്ല, അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ദാരിദ്ര്യം, ദാരിദ്ര്യം, ദാരിദ്ര്യം. ഒരുപക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് അവർ കാണുന്ന അവരുടെ അർഹതപ്പെട്ട സ്ഥലം, അവരുടെ അവകാശങ്ങൾ, നഷ്ടപ്പെട്ട പൈസ ഒക്കെ തിരിച്ചു കിട്ടിയത് ഈ ഒരു സ്ത്രീ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം. ചോദിക്കേണ്ടടുത്ത് ചോദിച്ചതും പറയേണ്ടടുത്ത് പറഞ്ഞും ഒതുക്കേണ്ടടുത്ത് ഒതുക്കി നിർത്തിയത് കൊണ്ടായിരിക്കാം അവർ ഇത്രയും നല്ലൊരു ജീവിതം ജീവിച്ചു തീരുന്നത്. അപ്പോൾ ഈ വില്ലത്തി ചേച്ചി എന്നത് എല്ലാ ആണുങ്ങളും അല്ല, ചില ആണുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. അതായത് ഒരാളോട് മുഖത്ത് നോക്കി സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവില്ലാത്ത ആണുങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവരുടെ ഭാര്യമാർ സ്വയം ഏറ്റെടുക്കുന്ന ഒരു റോളാണ് വില്ലത്തി. അതവർ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ തകരുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. അവരുടെ പ്രാപ്തി കൊണ്ടായിരിക്കാം അവരുടെ ഇന്നത്തെ സമാധാനം, ഇന്നത്തെ സമ്പത്ത് എല്ലാം നിലനിൽക്കുന്നത്. സമാധാനം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം, പക്ഷേ അവരുടെ സമ്പത്ത് അതവർ പെർഫെക്റ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഈ വില്ലത്തി ചേച്ചിക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ വില്ലത്തികളെയൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാം. കാരണം അവരങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ബാക്കി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ പടികളും സുഖമായിട്ട് മുന്നോട്ട് പോയത്. അതല്ലായിരുന്നെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായ മനുഷ്യനെയും മറ്റുള്ളവർ അത്യാവശ്യത്തിലധികം പറ്റിച്ച് അവരെ കഷ്ടത്തിലാക്കുക അല്ലാതെ ഒരാൾ പോലും ഉണ്ടാവില്ല സഹായിക്കാൻ. അപ്പോൾ ഈ വില്ലത്തി ചേച്ചിമാരൊക്കെ കുറച്ചൊക്കെ നല്ലവരാണല്ലേ.